ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഹോളണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടമുള്ള സ്ഥലമാണ് ഹോളണ്ട്. അപ്പൊ ഈ ഒരു ഹോളണ്ടിന്റെ എപ്പിസോഡാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾ. ഇപ്പോൾ സമയം പുലർച്ചെ 4:39. ഞാൻ പൊതുവെ നേരത്തെ എണീക്കുന്ന ആളാണ്. ഇന്നലെ രാത്രി ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇനി ഹോളണ്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഹോളണ്ടിലെത്തും. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഇതിൻ്റെ റൂഫിലൂടെ വന്ന് നിൽക്കുകയാണ്. ചന്ദ്രൻ അങ്ങനെ ശരിക്കും കൊണ്ട് കാണുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ച കാണണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് രാവിലെ ഹോളണ്ടിൽ ഇറങ്ങണം. ഹോളണ്ടിൻ്റെ വേറൊരു പേരാണ് നെതർലാൻഡ്. വെളിച്ചമില്ലാത്തതുകൊണ്ട് ആകെ ഒരു ഇരുട്ടാണ്. ഇത് ഷിപ്പിൻ്റെ കപ്പലിൻ്റെ ലൈറ്റാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഇപ്പൊ സമയം രാവിലെ 7:15 അയക്കുന്നു. ഇതുവരെ ചിഹ്നാണ്, ഈ ഷിപ്പിന്റെ ചിഹ്നാണ്. വെള്ളം ഇങ്ങനെ തെറിച്ചു പോകുന്നുണ്ടല്ലോ, പതായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങ് ദൂരെ കര കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അയക്കുന്നു. ഹോളണ്ട് ഇതേപോലെ ഒരുപാട് കനാലുകളുള്ള സ്ഥലമാണ് ഞാൻ വായിച്ചു കിട്ടുന്നത്. ഇതാണ് ഇപ്പോൾ ഹോളണ്ടിൻ്റെ കര. ഈ ഹോളണ്ടിൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയൊരു പൂന്തോട്ടമുള്ള സ്ഥലമാണ് ഇത്. ക്യൂക്കൻഹോഫ് എന്ന അങ്ങോട്ടേക്ക് പറയുക ആ ഒരു പൂന്തോട്ടത്തിന്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ആദ്യം പോകുക. നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നേരെ അങ്ങോട്ടേക്കാണ് നമ്മളുടെ യാത്ര. ഇത് ഷിപ്പിലെ സിറ്റിംഗ് ഏരിയയാണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇതാണ് നമ്മൾ വന്ന ഷിപ്പ്. ഇതിവിടെ ഇങ്ങോട്ട് നിർത്തിയിട്ടൊക്കെയാണ്. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പാസേജ് ഉണ്ട്. പാസേജ് കൂടി വന്ന് ഇനി ഇവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിയണം. നമ്മുടെ ഷെങ്കൻ വിസ ചെക്ക് ചെയ്യും. ഇതുവരെ UK വിസയിൽ ഉണ്ടായിരുന്നു. UK വിസ കഴിഞ്ഞു. ഇത് കണക്റ്റിംഗ് യൂറോപ്പിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഇവർ, സ്റ്റെന ലൈൻ. ഇതാണ് ഹോളണ്ടിൻ്റെ പോർട്ടിൻ്റെ ഉള്ളിലുള്ള എമിഗ്രേഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലം. ഇനി ഇവിടെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങണം. ലഗേജ് എടുക്കണം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബസ് അവിടെ പുറത്ത് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബസ്. അപ്പോൾ ഇനി നേരെ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ്. ക്യൂക്കൻഹോഫ് എന്നറിയും. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ്, ലോകത്തിലെ പൂന്തോട്ടമാണ്. ഇതൊരു വർഷത്തിൽ 1 മാസമുള്ളത് തുറക്കുക. തുലിപ്പ് ഗാർഡൻ ഈ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മാസത്തിൽ മാത്രം. ഇവിടുത്തെ യൂറോപ്പിലെ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി റോഡാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ പൂന്തോട്ടം നെതർലാൻഡ്സിലെ തെക്കൻ ഹോളണ്ടിലുള്ള ലിസേ എന്നറിയും. ലിസൈ, അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 79 ഏക്കർ സ്ഥലത്താണ് ആ പൂന്തോട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വർഷം തോറും ഏകദേശം 7 ലക്ഷം പുതിയ ചെടികൾ വെച്ച് നടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പൂക്കളൊക്കെ കയറ്റിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത്, ഇത് വേൾഡിലെ ഫസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സീസണിൽ ഏത് രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഇത് നോക്കണം. അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ ഒരു പൂന്തോട്ടം തുറക്കുന്ന, തുലിപ്പ് പൂന്തോട്ടം തുറക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. നമ്മുടെ കാശ്മീരിലുണ്ട് ഇതേപോലെ ഇന്ദിരാഗാന്ധി തുലിപ്പ് ഗാർഡൻ. അത് മാർച്ച് ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഒരു 40 ദിവസമാണ് അത് തുറക്കൽ. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ. മാർച്ചിൽ തുറന്നിട്ട് പിന്നെ ഏകദേശം മെയ് 40 ആകുമ്പോഴത്തേക്ക് അത് പൂട്ടും. ഇവിടെ പൂട്ടും.
ഇവിടെ പിന്നെ ക്ഷീര വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഈ നെതർലാൻഡ്. ചീസ് ഉണ്ടാക്കലും മറ്റേതൊക്കെ ആയിട്ടില്ല, അതും ഇവിടെയുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ കനാൽ ക്രൂയിസ് ഉണ്ട്, കനാലിലൂടെ യാത്ര ഇവിടുത്തെ വലിയ സംഭവമാണ്. പിന്നെ ഇവിടെ കഞ്ചാവ് പിന്നെ സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കഞ്ചാവ്. അത് പൊതുവേ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഗാർഡൻ്റെ ഗാർഡനെ യൂറോപ്യന്മാർ യൂറോപ്പിലെ ഗാർഡൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഈ ക്യൂക്കൻ ഹോഫ്. അപ്പം നെതർലാൻഡിൽ വരുന്ന സമയത്ത് ഈ ഒരു സമയം നോക്കിയിട്ട് വേണം വരാൻ. ഈ ഒരു മാസം മാത്രമാണ് അവിടെ ഈ പൂന്തോട്ടം തുറക്കാറുള്ളത്, അല്ലാത്ത സമയത്ത് പൂന്തോട്ടം തുറക്കില്ല. നെതർലാൻഡിനെ കിങ്ഡം ഓഫ് നെതർലാൻഡ് എന്നാണ് പറയപ്പെടുക. ഹോളണ്ട് എന്ന പേരിൽ അറിയപ്പെടും, നെതർലാൻഡ് എന്ന പേര് അറിയപ്പെടും. ഇതിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം. ഈ ആംസ്റ്റർഡാം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ നഗരവും. പിന്നെ ഇവിടെ ഒരു മീൻ പിടിക്കുന്ന ഒരു ഏരിയയും കാര്യങ്ങളുണ്ട്. ഇവിടെ ഹൂഗ് അങ്ങനത്തെ ഒരു പറഞ്ഞൊരു സ്ഥലം, അവിടെ നമ്മൾ പോകുന്നുണ്ട്, നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു. ഇവിടെ ഡ്രൈവർമാരെ ക്യാപ്റ്റൻ എന്നാണ് പറയല്. നമ്മളെ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത് ഏകദേശം നമ്മളെ ഗാർഡൻ്റെ അവിടേക്ക് എത്താനായിരിക്കുന്നത്, ക്യൂക്കൻ ഹോഫ് ഗാർഡൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. കംപ്ലീറ്റ് കൃഷികളാണ് ഇവിടെയൊക്കെ. ഇഷ്ടംപോലെ വെള്ളമുള്ള നാടാണ് നെതർലാൻഡ്. പശുക്കളൊക്കെ ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂക്കൻ ഹോഫ്. ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ വിശദമായിട്ട് കാണാം. സൂപ്പർ പൂന്തോട്ടം കാണുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ 20 യൂറോയും അല്ലാണ്ട് നമ്മൾ നേരിട്ട് വരിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 25 യൂറോ ആണ് ചാർജ് ഉള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ ഗോഡൗൺ ആട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞത് 7 ലക്ഷം ചെടികളൊക്കെ വളർത്തുന്നിട്ട് ഇതൊക്കെ മെഷീനറിയിൽ ഉണ്ടാക്കിയിട്ട് മെഷീൻ തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നതും കാര്യങ്ങളും. അപ്പുറത്ത് വണ്ടിയൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ദൂരത്ത് ഇങ്ങനെ കാണാൻ പറ്റും, അങ്ങോട്ട് ഇതിൻ്റെ അടുത്തേക്ക് കണ്ട് പോകാൻ പറ്റില്ല. ഇത് പൂന്തോട്ടത്തിനോട് ചാരിയിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് കടന്നിരിക്കുന്നത്. നിങ്ങൾ ഗാർഡൻ അങ്ങനെ കാണി. എനിക്ക് പൊതുവേ ഗാർഡനോട് താല്പര്യം വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മളെ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യല്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസാണ്. പക്ഷെ എന്നാലും കാണാൻ കുഴപ്പമൊന്നുമില്ല, കാണൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടങ്ങനെ പോകാം നമുക്ക്.不能摘，所以我在那边买，现在不能摘。ഇതാണ് തുലിപ്പ്. പല കളറിൽ കണ്ടില്ലേ, ഞാൻ നീളത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തുലിപ്പ് ഗാർഡൻ എന്ന് അതിന് പറയാം. ഈ തുലിപ്പ് ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു സമയം, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ കാശ്മീർക്ക് വന്നാൽ മതി മാർച്ച് മാസങ്ങളിൽ. അപ്പം നമുക്ക് ഇത് കാണാം. Hard to have them all like flow together. I don't think I don't know. I don't know if I want to.
And also, like, my entire household except I like that one. Wow, questo è bellissimo. Pure di là ci stanno Perché è selvaggio. Il vestito di quella ragazza. Non è malato. Innamorato di me. Ma chi? No! Sta seguendo. Era qui la macchina. ബെഡ്ഷീറ്റ് വിരിച്ച പോലല്ലേ ഇതിവിടെ കൃഷി നടത്തിയിട്ട് ഇത് വിൽപ്പനക്കുള്ളതാണ്. ലോകത്തുള്ള എല്ലാ രാജ്യക്കാരെയും ഈ സീസണിൽ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റും വെള്ളം കണ്ടില്ലേ, നല്ല വെള്ളമുള്ള സ്ഥലമാണ് ഇവിടെ. Questa faccia è stata fuori, un po' scherzo. Poi c'è fuori fuoco di spazio in Stupi. ഓക്കെ, Non è ideato. ഞാൻ ഭയങ്കര കളറിൻ്റെ ആളാണ്. ഞാൻ കളർ ഡ്രസ്സുകളാണ് കൂടുതലിടുന്നത്, നല്ല ഡാർക്ക് കളറുകൾ, അതേപോലെ നല്ല കളർ ഐറ്റം പൂവുകളാണ്. ഇതൊക്കെ ഇവിടെ വന്നാലൊന്ന് കാണുന്നെ വേണം. Cherry blossoms too, Alex, but in pink. Si va a acomodare le emoji di morire. Guarda, io cosa hai stenato? That looks very nice. ഇത് ഒരാളുടെ തലയാണ്, തലൻ്റെ മോഡലിൽ പിന്നെ ചെടികൾ വളർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടല്ലേ, നല്ല രസമായിരിക്കുന്ന കളറ്, ഓരോ കളറായിട്ട് കണ്ണിൻ്റെ ഭാഗമാണ് അവിടെ ഗ്യാപ്പായി കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റിൽ ഒരു കോണിയൊക്കെ വെച്ചിട്ടൊരു സ്ഥലമുണ്ട്, അതിൻ്റെ മുകളിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് വ്യക്തമായിട്ട് ഇങ്ങനെ കാണേണ്ടല്ലേ. Nicht gut erkannt.
അങ്ങനെ ഞാൻ ഈ ക്യുക്കൻഹോഫിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ ബസ് നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ കൂടുതലും സൈക്കിളാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ പുറപ്പെട്ടേക്കുന്നത് ഇതിപ്പോൾ കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ പാർക്ക് ചെയ്തിട്ടുള്ളത്. വണ്ടി ഒന്നായിട്ട് ഈ ഒരു ഭാഗത്ത് വണ്ടി, ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഒന്നായിട്ട് ഇതിൻ്റെ ഏക്കർ കണക്കിന് പൂക്കൾ വളർത്തിയ സ്ഥലമാണുള്ളത്. ഇത് കണ്ടില്ല, ഇവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. പശുക്കൾ വളർത്തുന്നുണ്ട്. നമ്മളൊരു ഫാമിലേക്കാണ് പോകുന്നത്. ഈ ചീസും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. കൃഷിത്തോട്ടങ്ങളും പിന്നെ ഒരു ഗ്രാമത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ താമസിക്കുന്ന വീടുണ്ടല്ലേ,
ഒക്കെ സ്ലോപ്പ് ഉള്ളതാണ്. കാരണം ഐസ് വന്നിട്ടുണ്ടെങ്കിൽ ഉരുകി വലിച്ച് വീഴാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ റൂഫ് അങ്ങനെ സ്ലോപ്പാക്കിയിട്ടുള്ളത്. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയാണ്. കാരണം വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ സൈഡിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ് നമ്മുടെ ഫാക്ടറീൻ്റെ അടുത്ത് എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഡ്രൈവർ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഒരു ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാണ് പോകുന്നത്. അതുപോലെ മരത്തിൻ്റെ ഷൂസ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. ഈ റൗണ്ടിൽ കളർ കാണുന്നതൊക്കെ ചീസുകളാണ്. സന്ദർശകർക്ക് ഒരു ചീസിനെ പറ്റിയിട്ട് ഇവരെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. In the morning we put milk in a container and the milk has to be 29 degrees. We put first bacterial culture into the milk, looks like yogurt. After that we put the rennet inside. Rennet makes the milk like pudding. Yeah, this is veg. When the milk is pudding, we start cutting the pudding with the 3 knives, turning around in machine, and while cutting, cheese and water, curd and whey separate. 10% curd, 90% here. In your country over here, Yes. but Holland we have modern. In top. Yeah. From the guy we make Gouda and Edam. Gouda is made from whole milk, Edam from skimmed milk, less fat. We also have Bakri. Goat is 4 liters of milk each day. Now after the work, the milking in the morning, we put milk in a container and the milk has to be 29 degrees. We put first bacterial culture into the milk, looks like yogurt. After that we put the rennet inside. Rennet makes the milk like pudding. Yeah, this is veg. When the milk is pudding, we start cutting the pudding with the 3 knives, turning around in machine, and while cutting, cheese and water, curd and whey separate. 10% curd, 90% is whey. And whey we give it back to the animals to drink. For the cows, the goats, the sheep, the tourists. But don't worry, if you drink it every day, you stay young. I have tried it. I am 93. The curds, the little pieces, we put them into the forms and we press all the curds together for 2-3 hours. At the same time with the curds we press labels as well. These are all labels from government. After pressing we put the cheese behind in salt water. The water is 20% salt for the taste, for the rind and to conserve cheese. Kilo, 12 hours in the water. Then we take cheese out, we put it on wooden shelf and we put plastic around the cheese. The coating is plastic. This day we put it on this side, the other day the other side, 4 times each side. After 1 month you can eat the cheese, young cheese. 6 months, middle-aged. 1 year or longer for old cheese. This is 2 years. Very hard. Good for eating. Good for bowling. ഇവിടെയുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഷൂ ഉണ്ട്, മരം കൊണ്ടുള്ള. അപ്പം അതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. Knife. Cut the outside shape of the wooden shoe, and for the inside they used this tool. There is a kind of spoon on top that was used to carve out the wooden shoe. Even wooden shoemakers with a lot of experience were able to make only 2 pairs a day because the work used to be very tough and very hard. Who likes to try to cut the wood? A volunteer.
lady or a gentleman. Not that difficult at all. It's all you have to do. Easier than cutting the cheese. Soft and wet, and it makes the wood easy to cut. In the old days, all the work was done by hand. A big knife to cut the outside shape of the wooden shoe. And for the inside, they used this tool. There is a kind of spoon on top that was used to carve out the wooden shoe. Even wooden shoemakers with a lot of experience were able to make only 2 pairs a day because the work used to be very tough and very hard. Who likes to try to cut the volunteer? Lady or a gentleman? Not that difficult at all. This all you have to do. Easier than cutting the cheese. Nobody? Cheese in the pot. Nobody at all? No, we can go there. Right. Dry to cut the wood. Like this. But you can. They can do this the easiest part. So they're making the inside shape. So just turn around and I have a little bit. Yes. Very good. Yeah, this is for you. After the demonstration, we are going to burn your name on the shield. For you, it's free. It's here. Okay, you can go back to your seat, please. How we make the wooden shoes by machine? These 2 machines here are about 90 years old. So this is a machine to make the outside shape. We've got the model and we copy it like making a key. It's very simple. And the second machine. ഇവിടെ ഇതിൻ്റെ സെയിലുണ്ട്. ഈ നാട്ടുകാർ ഇങ്ങനത്തെ ഇതുപോലത്തെ മരത്തിൻ്റെ ഷൂസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫാക്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരെ ഷോറൂമും ഉള്ളത്. ചെറിയ സൈസ്, വലിയ സൈസ്, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാടുണ്ട്. ഞാനിത് വാങ്ങിയിട്ടൊന്നുമില്ല. ഇത് വലിയൊരു ഷോറൂമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ചീസുണ്ട്. ഈ കളർ കാണുന്നതൊക്കെ നല്ല ഹാർഡായിട്ടുള്ള ചീസാണ്. കഴിഞ്ഞ ആ ഒരു പെണ്ണുങ്ങൾ പിന്നെ ക്ലാസ് എടുത്തിരുന്നില്ലേ, ആ എറിഞ്ഞ് കാണിച്ചിരുന്നില്ലേ, അതുപോലത്തെ സാധനം 2 കൊല്ലം വരെയൊക്കെ യാതൊരു കേടുമില്ലാണ്ട് നിൽക്കുന്നത്. ഇത് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ്. ഇപ്പം ഞാനുള്ളത് ആംസ്റ്റർഡാമിൽ, ക്യാപിറ്റലിൽ. ഇവിടെ ഒരു പിന്നെ കനാൽ ക്രൂയിസ് ഉണ്ട് ബോട്ടിൽ. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണാം. ഇപ്പോൾ സമയം 3:15 അയക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ബോട്ട് കയറിയിട്ട് അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണണം. ഈ ആംസ്റ്റർഡാമിൽ ഒരു 100 കിലോമീറ്ററിൽ കൂടുതൽ ഇവിടെ കനാലുകളുണ്ട്. ഏകദേശം ഒരു 90 ദ്വീപുകളുണ്ട്. ഈ ബോട്ടുകൾ പോകുന്ന ഇതിൻ്റെ മുകളിൽ കൂടി ഒരു 1500ഓളം പാലങ്ങളുണ്ട് ഇവിടെ ഈ ആംസ്റ്റർഡാമിൽ. ഈ കനാൽ നിൽക്കുന്ന ഭാഗത്തിന് ആംസ്റ്റർഡാമിൻ്റെ വടക്കിൻ്റെ വെനീസ് എന്നാണ് അതിന് പറയുക. 2010 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെട്ട ഭാഗമാണ് ഈ കനാൽ നിൽക്കുന്ന ഈ ഭാഗങ്ങൾ. ഇവിടെ നല്ല കനത്ത വെയിലുമാണ്, അതേപോലെ നല്ല തണുപ്പാണ്. വെയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല ഈ തണുപ്പുള്ളതുകൊണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. പൊതുവേ യൂറോപ്പിൽ മൊത്തം അങ്ങനെ തന്നെയാണുള്ളത്. ചൂട് കുറവാണ്. അതല്ല യൂറോപ്യന്മാരൊക്കെ നല്ല വെള്ള കളറിൽ നിൽക്കുന്നത്. ഇവിടെ ഇതിപ്പോൾ കനാലിൻ്റെ ബോട്ട് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ
റോഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഊഞ്ഞാലുണ്ട്, ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ, അതാണ് ഊഞ്ഞാലാടുന്നുണ്ടല്ലോ ഏറ്റവും മുകളിൽ. അത് കാശ് കൊടുത്തിട്ട് ഊഞ്ഞാലാടുന്ന സംഭവമാണ്. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ളൊരു സൗകര്യമുണ്ട് അതിൻ്റെ ടോപ്പിൽ. അപ്പം നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് കയറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പുറത്തിരിക്കുക നല്ലത്. ഉള്ളിൽ നമുക്ക് വലിയ കാഴ്ച കിട്ടില്ല. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അപ്പം നമ്മളെ യാത്ര തുടങ്ങിക്കുന്നത് ഇതിങ്ങനെ കംപ്ലീറ്റ് ഒരുപാടുണ്ട്, കറങ്ങി ഇതിലേ പോയി വേറെ വഴി കൂടിയാണ് തിരിച്ചെത്തുന്നത് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് പാലത്തിൻ്റെ അടിയിൽ കൂടിയും ഒക്കെ ആയിട്ട്, വളരെ ഹൈറ്റ് കുറഞ്ഞ പാലത്തിൻ്റെ അടിയിൽ കൂടി ഒക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ട് ഒരുപാട് ടൗണിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകും. ടൗണിൽ കൂടിയൊക്കെ ഈ കനാലുകൾ ഇങ്ങനെ ഉണ്ട്, ഒരുപാട് പട്ടണത്തിൽ കൂടി അങ്ങനെ പോയി തിരിച്ച് ഇവിടേക്ക് എത്തും. അപ്പം നമുക്കതങ്ങനെ കണ്ട് അങ്ങനെ പോവാൻ. ചെറിയ ദ്വീപ് പോലെ, വെനീസിലുള്ള പോലെ, വെനീസ് തന്നെ സ്ഥലത്ത് ഇതേപോലെ തന്നെ ഉള്ളത്.
ഈ ആംസ്റ്റർഡാമിലെ ഈ കനാലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യൽ തന്നെയാണ്. ഒരുപാട് പിന്നെ ടൗണിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ടാണ് ഇത് കറങ്ങി തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുക. ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ബോട്ടുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാലം ഇങ്ങനെ തുറന്നെടുക്കുന്നത് കണ്ടില്ലേ? ശ്രദ്ധിച്ച് നോക്കി, ഇതാണ് ആ സംഭവം. ലണ്ടൻ ബ്രിഡ്ജൊക്കെ തുറക്കുന്ന പോലെ ഇത് ചെറിയ വലിയ ബോട്ടുകൾക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ബോട്ട് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും നിങ്ങളൊരു ഈ ഒരു കനാൽ യാത്ര എന്തായാലും നടത്തണം. പോകുമ്പം നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു വള്ളം. നിങ്ങൾ ആലപ്പുഴ പോയിട്ടുണ്ടോ? ചാകാൻ ആ ഭാഗ്യം പൊട്ടിപ്പൊളിച്ച് അവിടെ കിടക്കും അല്ലേ? ആര് പറയുന്നത് നമ്മൾ ആലപ്പുഴയൊക്കെ
ഈ കനാലിൽ നമ്മൾ പോയ വഴി കൂടെ അല്ല മടങ്ങി വരിക. ഇപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താൻ പോകുന്നത് പോയത് വേറെ വഴി കൂടിയാണ്, പിന്നെ ഇപ്പം മടങ്ങുന്നത് വേറെ വഴി കൂടിയാണ്. അപ്പോൾ നമ്മളുടെ പിന്നെ ബോട്ട് യാത്ര തീരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഒരു ബോട്ട് യാത്ര നടത്തണം ആംസ്റ്റർഡാമിൽ. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ അങ്ങനെ പോവുകയാണ്. നെതർലാൻഡിലെ 3ാമത്തെ വലിയ നഗരമുണ്ട്, ഹേഗ് എന്നറിയും, അവിടേക്കാണ് പോകുന്നത്. നെതർലാൻഡിൻ്റെ പടിഞ്ഞാറൻ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ബസ് ഇറങ്ങിക്കുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഭരണശിരാകേന്ദ്രമൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഇവിടെയാണുള്ളത്. ഇതൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ബോട്ടുകളാണ്, ചെറിയ ചെറിയ ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ സമയം രാത്രി 8 മണിയാണ്. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് ഇനി നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെയാണ് പരിപാടി ഇട്ടുള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കയറാൻ പോകുന്നത്. ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ ബസ് കയറിക്കുന്നത്. ഈ ബസ്സിൻ്റെ 2 സൈഡിൽ റെഡ് കളർ ഉണ്ടല്ലോ റോട്ടിൽ, അങ്ങതാ പോകുന്ന 2 കുട്ടികൾ സൈക്കിളിൽ. ഇത് സൈക്കിളിനുള്ള റൂട്ടാണ്, പോകാൻ റൈറ്റ് സൈഡിൽ, വരാൻ ലെഫ്റ്റ് സൈഡിൽ, സെൻട്രലിലൂടെ റോഡ്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ളത്. സൈക്കിൾ യാത്രക്കാർക്ക് ഒരുപാട് പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ്. ഈ ഹേഗിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് 64 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തും ഈ ദൂരം. ഹേഗ് സ്ഥിതി ചെയ്യുന്നത് ഒരു പടിഞ്ഞാറൻ കടൽ തീരത്താണ് നിൽക്കുന്നത്. നെതർലാൻഡിൽ തന്നെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ഈ ഹേഗ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്. പിന്നെ നെതർലാൻഡിൻ്റെ ഒരുപാട് പിന്നെ ഗവൺമെൻറ് ആസ്ഥാനങ്ങളൊക്കെ ഹേഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആംസ്റ്റർഡാം തലസ്ഥാനമാണെങ്കിലും ഇതൊക്കെ ഹേഗിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ടണലിലൂടെയാണ് നമ്മളെ വണ്ടി പോകുന്നത്. അപ്പം ഇനി നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ നെതർലാൻഡിൻ്റെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.